കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ആരും ഭയക്കുന്നില്ലെന്ന് CPM നേതാവ് AK ബാലൻ. എക്സാലോജിക്കിനെതിരെ നടക്കുന്ന SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിൽ പ്രതികരിച്ചുകൊണ്ടാണ് AK ബാലൻ രംഗത്തെത്തിയത്. ഹർജി നൽകിയത് നിയമപരമായ നടപടിയെന്ന് ബാലൻ പറഞ്ഞു. കോടതിയുടെ മുന്നിലുള്ള കേസിലാണ് SFIO അന്വേഷണം. അതിൽ തീരുമാനം വരും മുമ്പ് SFIO അന്വേഷണം നടക്കുന്നതിലാണ് ഹർജി നൽകിയതെന്ന് ബാലൻ പറഞ്ഞു. അന്വേഷണ ഏജൻസിയെ ആരും ഭയക്കുന്നില്ല. അന്വേഷണം പാടില്ലെന്നും ആരും പറഞ്ഞിട്ടില്ല. ഇതിനേക്കാൾ അപ്പുറമുള്ള കേസ് വന്നാൽ പോലും മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ ബാധിക്കാൻ പോകുന്നില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ UDFിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്, ബാലൻ പറഞ്ഞു. വീണ വിജയന്റെ എക്സാലോജിക്കിനെതിരെയുള്ള ആരോപണം വാങ്ങിയ കാശിനുള്ള സർവീസ് നൽകിയില്ല എന്നാണ്. ഇതിൽ പണം നൽകിയ CMRLന് പരാതിയില്ല. അങ്ങനെ ഒരു കേസ് നിലവിൽ ഇല്ലെന്നും AK ബാലൻ പറഞ്ഞു. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ കേസ് വന്ന സമയത്ത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് CMRLനെ ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ അന്വേഷിക്കുന്ന ഏജൻസികൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ അന്ന് ഒന്നും മിണ്ടാത്തത് എന്തുകൊണ്ടാണെന്ന് AK ബാലൻ ചോദിച്ചു. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിലും ആർക്കും എതിർപ്പില്ലെന്നും AK ബാലൻ കൂട്ടിച്ചേർത്തു. നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ താൽപര്യപ്രകാരം നടക്കുന്നതാണ് ഇപ്പോഴത്തെ SFIO അന്വേഷണം. അതിനാലാണ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതെന്നും AK ബാലൻ പറഞ്ഞു. കമ്പനീസ് ആക്ട് 112 പ്രകാരം SFIO അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലൊരു അന്വേഷണം ഇപ്പോൾ ആവശ്യമില്ലെന്നും 110 പ്രകാരം കമ്പനീസ് ആക്ടിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതിയെന്നുമാണ് കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞത്. ഇതിനെതിരെ 112 പ്രകാരം SFIO അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് സമർപ്പിച്ച ഭേദഗതി ഹർജി ഹൈക്കോടതി വരുന്ന 12-ാം തീയതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനെ മറികടന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നടക്കുന്ന SFIO അന്വേഷണം. ഇതിനാണ് സ്റ്റേ ആവശ്യപ്പെട്ടതെന്നും AK ബാലൻ വ്യക്തമാക്കി. സേവനം നൽകാതെ CMRLൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിൽ SFIO വീണയെ ചോദ്യം ചെയ്യുമെന്ന സൂചനകൾക്കിടയിലാണ് ഹർജിയുമായി വീണ ഇന്ന് രാവിലെ ഹൈക്കോടതിയെ സമീപിച്ചത്. SFIO അന്വേഷണത്തിനെതിരെ KSIDC കേരള ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. പരിശോധനയ്ക്ക് എത്തുമെന്നും ഇതിനു മുന്നോടിയായി വാർഷിക കണക്കുകൾ ഇമെയിലിൽ അയച്ചു നൽകണമെന്നും SFIO ചൊവ്വാഴ്ച KSIDCയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചത്. CS വൈദ്യനാഥൻ തന്നെ ഹാജരായി. എന്നാൽ അന്വേഷണം സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല. അതേസമയം മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തൽ. CMRLുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചതായിട്ടാണ് വിവരം. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്. വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് സൂചന. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു. ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്ന് സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി.